ഹലോ ഹായ്. ഇത് ആക്ച്വലി ഞങ്ങളുടെ ബാക്ക് വാട്ടേഴ്സിൻ്റെ മോർണിംഗ് വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. മോർണിംഗ് എന്ന് വെച്ചാൽ 9 ഒക്കെ ആയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. വെള്ളമൊക്കെ നല്ല പൊങ്ങി നിൽക്കുന്നുണ്ട് ഈ സമയത്ത്. ഉച്ചയ്ക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 11 ഒക്കെ ആകുമ്പോഴാണ് വെള്ളം താഴ്ന്ന് കിടക്കുക. ഇപ്പം നല്ല രസമാണ് ആക്ച്വലി കാണാനായിട്ട്. നല്ല വേവ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് മെട്രോ സ്റ്റേഷനാണേ. വീടിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. മെയിൻ റോഡാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് മെട്രോ സ്റ്റേഷനുള്ളത്. നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു വില്ലേജിൻ്റെ എല്ലാ ഭംഗിയുണ്ട്. ഇത് കുറച്ച് പയർ നട്ടിട്ടുള്ളതാണേ. പയർ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ ഒരു ആൻറ്റി അങ്കിളും കൂടി ചെയ്യുന്നതാട്ടോ. പയർ സീഡിട്ടിട്ട് മുളച്ചതാട്ടോ. അപ്പോൾ നമ്മളെ പറമ്പിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ടെന്ന് ഞാൻ വേറെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ കറി ലീവ്സ് ഒക്കെ ഉണ്ട് നോക്കി. നമുക്ക് ഫ്രഷ് ആയിട്ട് പ്ലക്ക് ചെയ്തെടുക്കാം. അത്ര നന്നായിട്ടുണ്ട്. പിന്നെ വേറെ കറി ലീവ്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് ഫ്രഷ്ലി പ്ലക്ഡ് കറി ലീവ്സ് ആണ്. പിന്നെ കുറച്ച് ചീരയുണ്ട്. ഇതല്ല കേട്ടോ, ഇത് വെറുതെ ഷൂട്ട് ചെയ്തപ്പോൾ പറ്റിയതാണ്. പച്ച ചീര. അതിൻ്റെ ഇടയിൽ ഇതാണ് ഈ പച്ച ചീര. സ്റ്റെം കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള ഒരു പേർപ്പിൾ കളറുള്ള ചീര. അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ പച്ചലേക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പപ്പായ മരമുണ്ട്. കുറേ ഉണ്ട്. നീളം പപ്പായ, റൗണ്ടായിട്ടുള്ള പപ്പായ, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കതുകൊണ്ട് ചെറിയ ചെറിയ കറികളൊക്കെ വയ്ക്കാനൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓർഗാനിക് സാധനങ്ങൾ എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. അതിനാണല്ലോ ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ്. പിന്നെ വേറെ പപ്പായ കണ്ട് ഇപ്പം തന്നെ 3-4 പപ്പായ മരം ഓൾറെഡി ഉണ്ടായിട്ടുള്ളതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പയറൊക്കെ. പിന്നെ ഇത് കറി ലീവ്സ് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞാൻ 2 എടുത്തുള്ളൂ. ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാൻ മിസ്സിലിയാണ് മിക്കവാറും കഴിക്കുക. പിന്നെ ഞാനിത് മീൻകറിക്കുള്ള അരിഞ്ഞ് വെച്ചതാട്ടോ. ഇഞ്ചി, അനിയൻ, പച്ചമുളകൊക്കെ. പിന്നെ അരയ്ക്കാനായിട്ട് തേങ്ങയുടെ കൂടെ ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി ഇടും. മാക്രൽ കറിയാണേ, അയില. പിന്നെ കുറച്ച് ഒരു പിഞ്ചായിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടേ. ഇതൊരു നോർമൽ എരിവാട്ടോ, ഭയങ്കര എരിവല്ല. ഇത് നന്നായിട്ട് അരച്ചു. ചെറിയ ഉള്ളിയും കൂടി ഇടാട്ടോ. ഞാൻ മറന്നുപോയി ആക്ച്വലി ചെറിയ ഉള്ളി ഇടാനായിട്ട്. ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കുക. എന്നിട്ട് അരച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വയ്ക്കും. ഞാൻ നോർമൽ കറി ഉണ്ടാക്കാൻ എനിക്കറിയുള്ളൂ. ഞാൻ വലിയൊരു കുക്കല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ നോർമൽ കറികളാണേ. ഞാൻ നന്നായിട്ട് കുക്കിംഗ് പാഷനേറ്റും അല്ല. ഞാൻ കുക്കിങ്ങിനെ പറ്റി ഒട്ടും പാഷനില്ല എനിക്ക്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് പോലെ. അതാണ് ഞാൻ അങ്ങനെ. ഉപ്പൊക്കെ എപ്പോഴും നമ്മുടെ ആവശ്യാനുസരണമാണല്ലോ. പിന്നെ മാക്രൽ ഇത് ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. അത് അവർ തന്നെ മുറിച്ചൊക്കെ തരും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുടമ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫിഷ് ഞാൻ പറക്കിയിട്ടു. കുടമ്പുളിയാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. ഫിഷ് മുറിച്ചിട്ടുള്ളതാണ്. കുറച്ചും കൂടി ചെറുതാക്കായിരുന്നു കേട്ടോ. ഞാനിത് ഇത്തിരി അങ്ങനെ തന്നെ വലുതാക്കിയിട്ടാണ് ഫിഷ് മുറിച്ചിട്ടേക്കുന്നത്. അതിട്ട് അതൊരു 3 ഫിഷ് ഉണ്ടായിരുന്നു. അതിനെ 3 ആക്കിയിട്ടാണ് മുറിച്ചത്. അപ്പോൾ 9 പീസസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് മൂടി വെച്ചു. തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കറി ലീവ്സ്, കുറച്ചേറെ ഇട്ടു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ്ലി പറിച്ചിട്ട് വന്നതല്ലേ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ മതി. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഞാനങ്ങനെ കുറേ എണ്ണയൊന്നും ചേർത്തിട്ട് കുക്ക് ചെയ്യുന്ന ആളല്ല കേട്ടോ. കുക്കിങ്ങിന് ഞാനൊരു മിനിമം യൂസ് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ശീലമാണ്, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് 1 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്, കുറേശ്ശെയായിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ പൊന്നി റൈസ് ആസ് യൂഷ്വൽ തിളച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഞാനൊരു പ്രോൺസ് ഫ്രൈ, എൻ്റെ രീതിയിലുള്ള പ്രോൺസ് ഫ്രൈ ആണ്. കുറച്ച് പ്രോൺ കഴുകി വെച്ചിട്ടുള്ളതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും പിഴിഞ്ഞു. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുറച്ച് ഉപ്പ്. പിന്നെ മുളക് പൊടി ഞാൻ യൂസ് ചെയ്യണത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇവിടെ അധികം എരിവ് ഇഷ്ടമല്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തല്ലോ. അപ്പോൾ കുറച്ചും കൂടി ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യുക. ദെൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് മുളക് കൂടിയെന്ന് വിചാരിക്കേണ്ട. ഇതിന് എരിവില്ല, ഒട്ടും എരിവില്ലാത്ത മുളക് പൊടി ഞങ്ങൾ യൂസ് ചെയ്യുള്ളൂ. ഞാൻ മറ്റേ സാധാരണ മുളക് വാങ്ങിക്കാറില്ല. എന്താ വെച്ചാൽ കളറ് മാത്രം മതി. ഞങ്ങളിവിടെ അങ്ങനെ എരിവിൻ്റെ ഒരു ഫിഷ് കറിയിലൊക്കെ നോർമൽ എരിവായിരിക്കും. എരിവ് അധികം ഇടില്ല. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എരിവ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയൊരു പാനിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് കറി ലീവ്സ് എൻ്റെ മേലിൽ ഇടും കേട്ടോ. കറി ലീവ്സ് ഇങ്ങനെ ആവശ്യത്തിന് കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ടാട്ടോ എല്ലാത്തിലും കൊണ്ടിടുന്നത്. ചിലപ്പോൾ പറിക്കാൻ പോകാൻ മടി വന്നാൽ ഇടത്തില്ല. പിന്നെ ഇത് പറക്കി ഇട്ടു കേട്ടോ.
ഉം, നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ഞാനൊരു ഹാഫ് ആൻ അവറൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് അതിനൊന്നും ക്ഷമയില്ല. എനിക്ക് വേഗം കാര്യങ്ങൾ തീർക്കണം. ഞാനധികം ഐ മീൻ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ആവശ്യത്തിനുള്ള മാത്രം കുക്ക് ചെയ്യും. എനിക്ക് പുറത്തെ ഫുഡ് താല്പര്യമില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് കുറച്ച് ഐ മീൻ എണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തേ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ കേട്ടോ. ഇതിന് ആക്ച്വലി ഞാൻ കേട്ടേക്കുന്നത് ശരിയാണോന്ന് അറിയില്ല, 3 മിനിറ്റ്സ് ആണെന്നാണല്ലോ പറയുക കുക്കിംഗ് ടൈം. അപ്പോൾ നമുക്ക് ലഞ്ചിന്ന് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് പൊന്നി റൈസാണ്. പൊന്നി റൈസ് എൻ്റെ മോൾക്ക് വേണ്ടി സെർവ് ചെയ്യണതാണ് കേട്ടോ. ഞാൻ ആക്ച്വലി നേരത്തെ കഴിച്ചിരുന്നു. എന്താ വെച്ചാൽ മോള് പുറത്ത് പോയി വന്നപ്പോൾ ലേറ്റായി, അതുകൊണ്ടാണേ. അവൾ ലൈബ്രറിയിലൊക്കെ പോയേക്കുമായിരുന്നു. പിന്നെ പ്രോൺസ് ഫ്രൈ ഇട്ടു. പിന്നെ ഇത് പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണേ. ഞാൻ ഇടയ്ക്ക് ഒരു വെജിറ്റബിളും ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന മെഴുക്ക് പുരട്ടിയാണ് പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി. അത് ജസ്റ്റ് ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം. പിന്നെ ഫിഷ് കറി, അവിടെ ഫിഷിൻ്റെ പീസ് കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഇതൊരു ഈവനിങ് ഒക്കെ ആയിട്ട് ഒരു മഴക്കാറൊക്കെ ഉള്ളതാട്ടോ. അന്ന് സെയിം ഡേ തന്നെ ഒരു 3:30-4 മണിയായപ്പോൾ ഉള്ളതാണേ. അപ്പം നിറച്ച് ഒന്നും കൂടി വെള്ളം പൊങ്ങി നല്ല മഴക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് എടുത്തിട്ടുള്ള കേട്ടോ. പക്ഷെ മഴ പെയ്തില്ല, ജസ്റ്റ് മഴക്കാർ വന്ന് ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പക്ഷെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെ കൂടെ തന്നെ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ വ്ളോഗ്.